ഹായ് ഗായ്സ്, ഞങ്ങൾ നാലമ്പല ദർശനത്തിനുള്ള യാത്രയിലാണ്. ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവരും പുറപ്പെട്ട്. ഹായ് ചേച്ചി, അമ്മ ഹായ്, അച്ഛനും ആദ്യവും പിന്നെ ഇതാ ആമയും ഉണ്ട്. പിന്നെ ഞങ്ങൾ ടോട്ടൽ 17 പേരാട്ടോ പോകുന്നത്. അപ്പം രാത്രി കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ 12:54 ട്രാവലറാണ് 17 ആളുടെ. അപ്പോൾ ഞങ്ങൾ പോട്ടെ, ലേറ്റായി. കറക്റ്റ് 1 മണിക്ക് എത്താൻ പറഞ്ഞതാണ് ഡ്രൈവർ. ആരെയും കാണാത്തതുകൊണ്ട് ആരെയും കാണുന്നില്ല ആക്ച്വലി. കറക്റ്റ് ഒരു 4:10 ആയപ്പോൾ ഞങ്ങൾ തൃപ്പയാറ് ശ്രീരാമസ്വാമി ടെമ്പിളിൽ എത്തിയിട്ടോ. കുറച്ചിട്ട് ഞങ്ങൾ ക്യൂ ഒക്കെ നിന്നിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂർ ക്യൂ ഉണ്ടായിരുന്നു എന്തായാലും. ഞങ്ങളിപ്പോൾ തൃപ്രയാറാണുള്ളത്. പക്ഷെ തിരക്കുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് ക്യൂലാണ്. തിരക്കിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ പറയാ? തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഇവിടെ പള്ളിയോടം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതൊക്കെ കണ്ട് അവിടെ എല്ലാമൊക്കെ വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 10 സെക്കൻഡിനുള്ളിൽ ഇത് പറഞ്ഞു തരാത്തതുകൊണ്ട് ഞാനതിപ്പം ഇവിടെ പറയുന്നില്ല. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. പക്ഷെ ഞങ്ങൾ അങ്ങനെ മഴയൊന്നും കൊണ്ടില്ല. പക്ഷെ രസമുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് പറഞ്ഞാൽ മീനൂട്ടാണ് കേട്ടോ. ഞങ്ങൾ മീനൂട്ടൊക്കെ നോക്കി വെച്ചിട്ട് വരിക. കറിക്കൂടി VIP ട്രീറ്റ്മെന്റാ. കറിക്കോ അങ്ങനെ ഞങ്ങളിതാ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠ ഭരതനാണ് കേട്ടോ. തൃപ്രയാറുണ്ടായിരുന്ന അത്ര തിരക്ക് ഇവിടെ എന്തുകൊണ്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനത്തോടെയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനും ആദ്യമോനും ഇവനെ ക്യാമറയിൽ അങ്ങനെ കിട്ടാറില്ല. കാരണം ക്യാമറയുടെ പിറകിലായിരിക്കും എപ്പോഴും ഉണ്ടാവാറ്. പിന്നെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൂടൽമാണിക്യം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ്. അത് ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വലിയ കുളമുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് കയറുമ്പോൾ ആ നടവാതിലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഈ ജസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കാതെ. ഞങ്ങൾ രാവിലെ ആദ്യം പോയ അമ്പലം രാമക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ നല്ല തിരക്കായിരുന്നു. പക്ഷെ ഇവിടെ നല്ല പീസ്ഫുള്ളായിട്ട് തിരക്കൊക്കെ കുറവാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മീനൂട്ട്. ഇതിനകത്ത് കരിമീനാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ കുറേ കണ്ടു. കുറേ കരിമീൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് വിജിലേട്ടാട്ടോ. ഹായ്. അത് വിജിലേട്ടൻ്റെ വൈഫാണ്, മോനാണ്. ഇതൊക്കെ ഞങ്ങളെ കൂടെ വന്ന ടീമാണ് കേട്ടോ. അതരാ അതി. നേരത്തെ പറഞ്ഞില്ല ഇവിടുത്തെ പഠിപ്പുര അടിപൊളിയാണ് കാണുന്നത്. ആ പഠിപ്പുരയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അത് ആക്ച്വലി ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നില്ല. എന്താ വെച്ചാൽ മൊത്തം ഇപ്പം തിരക്കൊക്കെ കൂടിയത് കൊണ്ട് അവർ ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെ ആക്കിയത് കൊണ്ടേ. പക്ഷെ അതിൻ്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കവാടം. ഒരു ഭാഗമാണ്. പുറം ഭാഗമാണ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. കാണാൻ രസമല്ലേ? വന്നത് മസ്റ്റാണ്. ഈ ഒരു ടൈപ്പിൽ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അമ്മയുണ്ട്. അമ്മേ
ഒറ്റയ്ക്ക് തറി ചേച്ചിയുണ്ട്. ഞങ്ങൾക്ക് ഡ്രസ് കോഡാട്ടോ, ഞാൻ ചേച്ചി മാച്ചാ. കണ്ടോ ആ രസമല്ലേ കാണാൻ? നൈസ്. കുട്ടി ചെറുതായിരിക്കണു. ഇതാണ് എൻ്റെ അമ്മായി അമ്മ. ഇങ്ങോട്ട് നോക്ക്, മടിച്ചിയാ, ഭയങ്കര നാണക്കാരിയാ. ഹായ്. അല്ലേ നിങ്ങളെ അമ്മ എടുത്തു. ഞങ്ങളെ കൂടെ ഉള്ള ഒരാളെ കാണാണ്ടായി പോയി, നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇളയമ്മേനെ കാണാണ്ടായി പോയിട്ട്. അപ്പം ചേച്ചിയും കൂടെ പോയിട്ട് എൻ്റെ ചേച്ചിമാര് പോയിട്ട് അന്വേഷിച്ച് പോയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്നറിയാം എന്തൊക്കെയോ സാധനങ്ങൾ പ്രവേശിച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. കാണിച്ചു കൊടുക്കും. ആഹാ കൊള്ളാലോ, നൈസ്. നേരത്തെ ഒരാളെ കാണുന്നില്ല പറഞ്ഞില്ലേ, തരാൻ പോയ ആൾക്കാരാ. പോകുമ്പം എന്തെടുത്തിട്ടില്ല, ഫോൺ എടുത്തില്ല, ഒന്നും എടുത്തില്ല. അവസാനം ഇവർ തരാൻ വേണ്ടിട്ട് വേറെ ടീമിനെ പറഞ്ഞേക്കേണ്ടി വന്നു. നെയ്റോസിനോ? ഇതൊരു വെജിറ്റബിൾ ഹോട്ടലാണ്. അവിടെ തന്നെ ഫുഡ്. നമുക്കിനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം. ഞങ്ങളുടെ 4ാമത്തെ ഡെസ്റ്റിനേഷൻ പായമ്മൽ ശത്രുഘ്ന ടെമ്പിളായിരുന്നു. അവിടെ ഞങ്ങൾ 2 മണിക്കൂറിൻ്റെ അടുത്ത് ക്യൂ നിന്നു കേട്ടോ. എന്നിട്ട് അമ്പലത്തിലെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു. അവിടുന്ന് അന്നദാനം കഴിച്ചു. ഞങ്ങളുടെ ഉച്ചക്കത്തെ ഭക്ഷണം അതായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ ഞങ്ങൾക്ക് 4 ക്ഷേത്രത്തിലും പോയി തൊഴാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നാ കരുതി ഗുരുവായൂർ ടെമ്പിളിലും കൂടെ പോകാമെന്ന്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഗുരുവായൂരായിരുന്നു എത്തിയത്. ഗുരുവായൂർ ഞങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വളരെ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാ അമ്പലത്തിലും ഞങ്ങൾക്ക് നല്ല ദർശനവും കിട്ടി. ഹായ് ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് ഇപ്പോൾ തിരിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ 4 അമ്പല ദർശന യാത്രയുടെ കൂടെയുള്ള ഗുരുവായൂർ യാത്രയും കൂടെ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യാം. ബൈ. ചേച്ചി ബൈ പറയും.